റഹീസ് റഷീദ്, ഈ വിഷയം ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ ചൂട് പിടിച്ച് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളിക്കത്തിക്കാൻ ഇരുപക്ഷവും ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം പുതിയുഗയാത്രയുടെ ശോഭ കെടുത്തുമോ എന്നൊരാശങ്ക കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ടോ? കാരണം ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ചാണ്. ആരോഗ്യവകുപ്പിനെ വിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയിലേക്ക് ശ്രദ്ധ മാറുന്നുണ്ടോ? ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ആരോഗ്യവകുപ്പ് മന്ത്രി വെന്റിലേറ്ററിലായതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ? അത് പരമാവധി CPM പ്രയോജനപ്പെടുത്തുമോ? റഹീസ് റഷീദ്. അരുൺകുമാർ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള KSU പ്രവർത്തകരുടെ ആക്രമണം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വ്യാപകമായി CPM ഉപയോഗിക്കും എന്ന കാര്യം ഉറപ്പാണ്. അവരൊരു വനിത കൂടി ആയതുകൊണ്ട് ആ തരത്തിലുള്ള പ്രചാരണങ്ങളും ഉണ്ടാകും. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം പ്രത്യേകിച്ച് ഒരു കമ്മിറ്റിയുടെയും ആഹ്വാനമില്ലാതെ സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും DYFI, SFI, CPM, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധ രംഗത്തിറങ്ങുന്നത്. എന്നു മാത്രമല്ല എല്ലാ സ്ഥലത്തും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് അതാത് ജില്ലകളിലെ ഏറ്റവും മുതിർന്ന CPIM-ന്റെ നേതാക്കളാണ്, ജനപ്രതിനിധികളാണ് എന്നത് ശ്രദ്ധേയമാണ്. ആ സമയത്ത് UDF, കോൺഗ്രസ് ഒന്ന് പകച്ചിരുന്നു എന്നത് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ UDF പ്രവർത്തകർ ആ സംഭവം ഒരു തരത്തിലും രാഷ്ട്രീയമായി തിരിച്ചടിയാവില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിനവർ പറയുന്ന കാരണം ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് KSU-ന്റെ പ്രവർത്തകർ എത്തിയിട്ടില്ല. 22 പോലീസുകാരുണ്ടായിരുന്നു, 5 KSU പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആരോഗ്യമന്ത്രിയെ തൊടാൻ പറ്റുന്ന തരത്തിൽ കായികമായി നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് അടുക്കാൻ പോലും KSU പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല ആക്രമണത്തിന് ശേഷം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ ജോർജ് അവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് ലിഫ്റ്റ് കയറി വന്ദേ ഭാരത് വരുന്ന 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ സമയത്ത് സ്പീക്കർ AM ഷംസീറിന്റെ മുമ്പിലെത്തിയപ്പോഴാണ് രാഷ്ട്രീയ നാടകം തുടങ്ങുന്നത് എന്നതാണ് UDF പറയുന്നത്.